യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ആദ്യമായി ഉണ്ടാക്കിയ വിമാനം, ടെലിഫോൺ, കമ്പ്യൂട്ടറൊക്കെ വളരെ പ്രത്യേകതയുള്ളതാണ്. ആദ്യം ജനിച്ച തലമുറ, ആദ്യം കിട്ടിയ ജോലി, ആദ്യം കിട്ടിയ ശമ്പളം, ആദ്യം കിട്ടിയ അംഗീകാരം, ഇതൊക്കെ പ്രാധാന്യത്തോടെ നാം എന്നും ഓർത്തു വയ്ക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 11 അധ്യായം 19 മുതൽ 26 വരെ വായിക്കുമ്പോൾ പീഡനിമിത്തം ചിതറിപ്പോയവർ വചനം പ്രസംഗിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും എത്തിച്ചേർന്നു. അവരിൽ ചിലർ അന്ത്യോക്യ എന്ന പട്ടണത്തിൽ എത്തി എന്ന് നാം വായിക്കുന്നു. അന്ത്യോക്യ എന്ന പട്ടണം യെരുശലേമിൽ നിന്ന് 300 കിലോമീറ്റർ വടക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അന്ത്യോക്യ തർസോസിൽ നിന്ന് 150 കിലോമീറ്ററും അകലെയാണ്. സിറിയയുടെ തലസ്ഥാനമായിരുന്നു ഇത്. 5 ലക്ഷം ജനസംഖ്യ ഉണ്ടായിരുന്നു ഈ പട്ടണത്തിൽ. അത് ഒരു പുറജാതി നഗരമായി എണ്ണപ്പെട്ടിരുന്നു. അന്നത്തെ പ്രധാന പട്ടണങ്ങളായിരുന്നു റോമും അലക്സാണ്ട്രിയയും അന്ത്യോക്യയും. അന്ത്യോക്യ റോമ സാമ്രാജ്യത്തിൽപ്പെട്ട മനോഹരമായൊരു പട്ടണമായിരുന്നു. എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും ഭക്തിരഹിതമായ പട്ടണമായിരുന്നു ഇത്. 2ാം സ്ഥാനം കൊരിന്ത് പട്ടണവും ആയിരുന്നു. ഗ്രീക്ക് ദേവനായ അപ്പൊല്ലോസിന്റെ പ്രതിഷ്ഠയെ വണങ്ങുന്ന ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പട്ടണത്തെ ദൈവം തൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കി തീർത്തു എന്നതിൽ നാം സന്തോഷിക്കണം. യെരുശലേമിലും ചുറ്റുമുള്ള സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നവർ ഇപ്പോൾ ഇതാ വിദൂര പട്ടണമായ അന്ത്യോക്യയിലും എത്തി. മഹാനായ അലക്സാണ്ടറിന്റെ ജനറലായിരുന്ന സെലൂക്കസ് നിക്കേറ്റർ സ്ഥാപിച്ച ഈ നഗരത്തെ റോമൻ സൈന്യാധിപനായ പോംപി സ്വതന്ത്ര പദവി നൽകി. വഷളത്വം നിറഞ്ഞ അധാർമികത നിറഞ്ഞ അധപ്പതിച്ച ഈ പട്ടണത്തിൽ എങ്ങനെ സുവിശേഷത്തിന്റെ വിത്തുകൾ മുളയ്ക്കും? മാനുഷികമായി ചിന്തിച്ചാൽ ഒരു സാധ്യതയുമില്ല. ഇന്നും നമ്മുടെ ചിന്തയിൽ ചില വ്യക്തിത്വങ്ങൾ, ചില ഭവനങ്ങൾ, ചില ജാതികൾ അങ്ങനെ ഒരു ഇല്ലാത്ത ലിസ്റ്റിൽ ഉണ്ട്. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാം. 1. മനുഷ്യരുടെ ശുശ്രൂഷ. പീഡനിമിത്തം ചിതറിപ്പോയവർ പേടിച്ച് അടങ്ങിയിരുന്നില്ല. അവർ സുവിശേഷം അറിയിച്ചു. തങ്ങളെത്തിയ സ്ഥലത്തെക്കുറിച്ചോ അവരുടെ അധാർമ്മികതയെക്കുറിച്ചോ അവർ നോക്കിയില്ല. മറിച്ച് പാപികളെ രക്ഷിക്കാൻ വന്ന യേശുവിൻ്റെ സത്യസുവിശേഷം അവർ മറയില്ലാതെ സന്തോഷത്തോടെ അവിടെ അറിയിച്ചു. 2ാമത്തെ കാര്യം, കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നതാണ്. മനുഷ്യന്റെ പ്രസംഗത്താൽ ഒന്നും സംഭവിക്കുന്നില്ല. മറിച്ച് കർത്താവിൻ്റെ കരമാണ് മാനസാന്തരത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയിൽ പാപബോധം വരുത്തുന്നത്. റോമർക്കെഴുതിയ ലേഖനം 10 അധ്യായം 14 വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കുന്നവൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്നു. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുളയ്ക്കുന്നു എന്ന് നാം അറിയുക. 3ാമത്തെ കാര്യം, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. സുവിശേഷം വിശ്വസിച്ചവർ മാനസാന്തരപ്പെട്ടു. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി അവരെല്ലാവരും സ്വീകരിച്ചു. വിത്ത് വിതച്ച് മുളച്ചു, ഫലം പുറപ്പെടുവിക്കുവാനിടയായി. അന്ത്യോക്യയിൽ നടന്ന ഈ സംഭവങ്ങൾ ഒരു തീപ്പരി പോലെ പടർന്നു. വലിയ കൂട്ടം വിശ്വസിച്ചപ്പോൾ നാട് മുഴുവൻ അറിഞ്ഞു. ആ വാർത്ത യെരുശലേം സഭയിലും എത്തി. ഒരു കാര്യം ഓർക്കുക, പേരറിയപ്പെടാത്ത ചില ശിഷ്യന്മാരിൽ കൂടെയാണ് അന്ത്യോക്യ എന്ന അധർമ്മം നിറഞ്ഞ പട്ടണം സുവിശേഷീകരിച്ചത്. ശമരിയയിലെ ദൈവപ്രവൃത്തി, കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ നടന്ന ദൈവപ്രവൃത്തി, അതിനു പുറകെ ഇതാ അന്ത്യോക്യയിലും ദൈവപ്രവൃത്തി നടക്കുന്നു. യെരുശലേം സഭയിൽ നിന്ന് ഈ വിഷയം പഠിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുവാൻ വേണ്ടി ഒരു വ്യക്തിയെ അവർ അയക്കുന്നു. മറ്റാരുമല്ല, ബർണബാസ് ആരായിരുന്നു എന്ന് നമുക്ക് നന്നായി അറിയാം. മേശയെങ്കിൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ശൗൽ എന്ന പൗലോസിനെ യെരുശലേം സഭയിലെ അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്തു കൊടുത്ത ആ പ്രബോധന പുത്രനായിരുന്നു ബർണബാസ്. വിമർശന ഹൃദയമുള്ളവനെയല്ല, ഒരു വിശാല ഹൃദയനെയാണ് അതിനായി ദൈവീക പദ്ധതി പ്രകാരം യെരുശലേം സഭ അന്ത്യോക്യയിലേക്ക് അയച്ചത്. അന്ത്യോക്യയിൽ പോയി അവിടെ വാസ്തവത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞു വരുവാൻ ബർണബാസിന് നിയോഗം ലഭിച്ചു. കുപ്രോസ് ദ്വീപുകാരനായ അദ്ദേഹം ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവൻ ആയിരുന്നതിനാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി.
അങ്ങനെ അദ്ദേഹം അവിടെ എത്തി. ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്ന് 23-ാം വാക്യത്തിൽ പറയുന്നു. ദൈവം ജാതികളോട് കാണിച്ച കൃപ കണ്ട് സന്തോഷിച്ച് തിരികെ പോയി എന്നല്ല, അവരെ ഉറപ്പിക്കാൻ ഒരാൾ വേണം, ഒരു നേതൃത്വം അവർക്ക് വേണമെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടെ നിന്ന് നേരെ തർസോസിലേക്ക് പോയി. ഒരു നല്ല മനുഷ്യൻ, പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായ ബർണബാസിന് ശൗലിനെ തേടിപ്പോകേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ ജാതികൾക്ക് വേണ്ടി ദൈവം വേർതിരിച്ച അപ്പോസ്തലനാണ് ശൗലെന്ന് അനന്യാസിനോട് പറഞ്ഞത് ബർണബാസ് ഓർത്തു വെച്ചിരുന്നു. ഏറ്റവും യോഗ്യനായവന്റെ കയ്യിൽ ആ അന്ത്യോക്യ സഭയെ ഏൽപ്പിക്കാൻ ബർണബാസ് തീരുമാനിച്ചു. ശൗലിനെ തിരയുവാൻ പോയി എന്ന് പദം നമുക്ക് കാണാം. ആയതിനാൽ ശൗൽ ഇപ്പോൾ എവിടെയെന്ന് ആർക്കും അറിവില്ലായിരുന്നു. ആ സമയത്ത് തിരഞ്ഞു കണ്ടുപിടിച്ച് ശൗലിനെ അന്ത്യോക്യയിൽ എത്തിച്ചു. രണ്ടുപേരും കൂടി, അതായത് ബർണബാസും ശൗലും കൂടി 1 വർഷം അവിടെ പ്രവർത്തിച്ചു. സഭ വളർന്നു. അതിന് കാരണമായത് ആദ്യം വിത്ത് വിതച്ച സാധാരണക്കാരായ ശിഷ്യന്മാരും ബർണബാസും ശൗൽ എന്ന പൗലോസുമായിരുന്നു. എന്തുകൊണ്ട് 1 വർഷം അവരിവിടെ ശുശ്രൂഷിച്ചു? വചനം പഠിപ്പിക്കാനും ദൈവ വഴികളിൽ നടക്കുവാനും ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി പഠിപ്പിക്കാനും ഉപദേശിക്കുവാനാണ് അവർ ശ്രമിച്ചത്. കാരണം ഉപദേശമില്ലാത്ത സഭ ഒരിക്കലും വളരുകയില്ല. 26-ാം വാക്യത്തിൽ പറയുന്നു, ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരായി. പേര് വരാൻ കാരണം അവർ ക്രിസ്തുവിന്റെ അനുയായികളെന്ന് മറ്റു ജനങ്ങളാൽ സാക്ഷ്യം പ്രാപിച്ചതിനാലാണ്. അങ്ങനെ ആദ്യം ക്രിസ്ത്യാനി എന്ന് പേർ വിളിച്ചത് അന്ത്യോക്യ ക്രിസ്ത്യാനികളെയാണ്. അന്നുവരെ പരിഹസിച്ചിരുന്ന, നിന്ദിച്ചിരുന്ന അധർമ്മികളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ വഷളത്വത്തിന്റെ മൂർത്തിഭാവത്തിൽ ഇരുന്നവരുടെ പേര് മാറ്റപ്പെട്ടു. ക്രിസ്ത്യാനി എന്ന് പേരായി. ക്രിസ്തുവിൻ്റെ വകയായി അവർ എണ്ണപ്പെട്ടു. പ്രിയ ദൈവപൈതലേ, നീ ഏത് അവസ്ഥയിലായിരുന്നാലും സുവിശേഷം വിശ്വസിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ പഴയത് മാറി. ഒരു പുതിയ പദവി നിനക്ക് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. വഷളത്വം നിറഞ്ഞ അന്ത്യോക്യക്കാരനെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയതുപോലെ ഒരു പുതിയ പേരിൽ അറിയപ്പെടാൻ, ക്രിസ്തുവിൻ്റെ വകയായി എണ്ണപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അത് തുടരുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.